ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പുതിയൊരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ പട്ടുപാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫ്ലെയറിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അത്രയും ഫ്ലെയർ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലോണം ഇൻടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലെയറിൽ പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് 1.5 ഇഞ്ച് ലെങ്ത്താണ് ഓരോ പ്ലീറ്റ്സിനും കൊടുക്കുന്നത്. അത് ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കാറ്. അതുപോലെ വലിയ ആളുകൾക്ക് 1 ഇഞ്ചുമാണ് കൊടുക്കാറ്. ഈ 1.5 ഇഞ്ചാണ് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കുക. പക്ഷേ ഇൻടേക്കായിട്ട് എടുക്കുന്നത് 3 ഇഞ്ചായിരിക്കും. അത് ചെയ്യാനായിട്ട് നമ്മൾ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് എടുത്തേക്കുന്ന ഭാഗം മടക്കിയിട്ട് ഇൻടേക്ക് നമ്മൾ ബാക്കിയുള്ള 1.5 + 1.5 3 ഇഞ്ച് ഉള്ളിലേക്ക് കൊടുക്കുക. അതായത് തൊട്ട് മുമ്പുള്ള പ്ലീറ്റ്സിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ആ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 പ്ലീറ്റ്സും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാതെ ആദ്യത്തെ പ്ലീറ്റ് എത്തുമ്പോൾ അവിടെ നിർത്തുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. വീണ്ടും അതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരിക. പിന്നെ ആകുമ്പോൾ നമുക്കത് ഒരു ഐഡിയ കിട്ടും അതെങ്ങനെയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയറായിട്ട് നല്ല ഇൻടേക്കായിട്ട് കിട്ടുകയും ചെയ്യും. എനിക്കിത് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നത് എങ്ങനെ കണ്ടോ. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ ഫ്ലെയറായിട്ട് ആ പാവാട കിട്ടിയല്ലോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.